ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുകയുണ്ടായി. ഏതൊക്കെയായിരുന്നു 3 റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായ അവകാശം. ഇങ്ങനെ 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി വരുന്ന 3 അതായത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഈ 3 റൈറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ആദ്യം പറയുന്നത് 4ാമത്തെ മൗലികാവകാശമായ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ്. 25ാം ആർട്ടിക്കിൾ മുതൽ 28ാം വകുപ്പ് വരെ, 25 to 28, ആർട്ടിക്കിൾ 25 to 28 ആണ് ഈ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതില് ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 25 ഗ്യാരണ്ടീസ് ഓൾ ദ പേഴ്സൺസ് ഫ്രീഡം ഓഫ് conscience and right to profess, practice and propagate any religion subject to public order, morality and health. അതായത് വ്യക്തികൾക്ക് സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം 25ാം വകുപ്പ് അനുവദിക്കുന്നുണ്ട്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം പൊതുവ്യവസ്ഥയ്ക്കും സദാചാരത്തിനും ആരോഗ്യത്തിനും വിധേയമായിക്കൊണ്ട് ഉറപ്പാക്കുന്നു. പൊതുവ്യവസ്ഥയ്ക്കും, അത് പ്രത്യേകം നോട്ട് ചെയ്യണം, പൊതുവ്യവസ്ഥ, പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, സദാചാരം, ദെൻ ഹെൽത്ത്, ആരോഗ്യത്തിനും വിധേയമാക്കിക്കൊണ്ട് ഈ അവകാശങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തുന്നു. അതാണ് 25ാം ആർട്ടിക്കിൾ. ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം നൽകുന്നതാണ് ആർട്ടിക്കിൾ 25. Then Article 26 that guarantees to religion and every religious denomination the right to manage its own affairs in matters of religion subject to public order, morality and health. 26ാം വകുപ്പ് പൊതുവ്യവസ്ഥ, സദാചാരം, ആരോഗ്യം എന്നിവയ്ക്ക് വിധേയമായി മതസംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം എല്ലാ മതങ്ങൾക്കും ഉറപ്പു നൽകുന്നു. Guarantees to religion and every religious denomination the right to manage its own affairs. ഓരോ മതങ്ങൾക്കും അവരുടെ മതസംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നതാണ് 26ാം വകുപ്പ് ആർട്ടിക്കിള്. ദെൻ 27 ആർട്ടിക്കിൾ 27 says that no persons shall be compelled to pay tax for promotion or maintenance of any particular religion. No person shall be compelled to pay tax for the promotion or maintenance of any particular religion. പ്രത്യേകിച്ച് ഒരു മതത്തിന്റെയും നടത്തിപ്പിനോ അഭിവൃദ്ധിക്കോ വേണ്ടി നികുതി നൽകാൻ ആരെയും നിർബന്ധിക്കരുത് എന്നുള്ളതാണ് 27ാം വകുപ്പിലെ ആർട്ടിക്കിൾ 27 പറയുന്നത്. No person compelled to pay tax for the promotion or maintenance of any particular religion. പ്രത്യേകിച്ച് ഒരു മതത്തിന്റെയും നടത്തിപ്പിനോ അഭിവൃദ്ധിക്കോ വേണ്ടി നികുതിയോ മറ്റോ നൽകാൻ ആരെയും നിർബന്ധിക്കരുത് എന്നുള്ളതാണ് 27ാം വകുപ്പ്, 27th ആർട്ടിക്കിൾ. Then 28 Article 28 prohibits imparting of religious instructions in educational institutions. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ നൽകുന്നത് ഭരണഘടനയിലെ 28ാം വകുപ്പ് നിരോധിക്കുന്നു. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ നൽകുന്നത് നിരോധിക്കുന്നതാണ് 28ാം ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 28 prohibits imparting of religious instructions in educational institutions. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ നൽകുന്നത് നിരോധിക്കുന്നതാണ് 28ാം ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 28.
Then fifth fundamental right is cultural and educational right. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്നതാണ് അഞ്ചാമത്തെ മൗലികാവകാശമായിട്ട് വരുന്നത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഒരുപാട് തരത്തിലുള്ള സാമൂഹിക വിഭാഗങ്ങൾ, അങ്ങനെയുള്ള പല ആളുകളും നമ്മുടെ ഇന്ത്യയിൽ വസിക്കുന്നുണ്ട്. ഇതിൽ ചില സമൂഹങ്ങളിൽ, ചില സാമൂഹ്യ വിഭാഗങ്ങളിൽ പെട്ട ആളുകളുടെ അംഗസംഖ്യ വളരെ കുറവായിരിക്കും. അവരാണ് ന്യൂനപക്ഷം എന്ന് അറിയപ്പെടുന്നത്. അവർക്കും അവരുടേതായ സംസ്കാരം നിലനിർത്താനുള്ള അവകാശമുണ്ട്. പിന്നെ ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ മതം മാത്രമല്ല വരുന്നത്, ഭാഷാ ന്യൂനപക്ഷങ്ങളും സാംസ്കാരിക ന്യൂനപക്ഷങ്ങളും എല്ലാം ഈ ഒരു വിഭാഗത്തിൽ വരുന്നുണ്ട്. അപ്പൊ അവരുടെ എല്ലാം തന്നെ ഭാഷയും ലിപിയും സംസ്കാരത്തിനൊക്കെ വേണ്ട സംരക്ഷണം നൽകാനുള്ള അവകാശം അവർക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് 29th ഉം 13th ആർട്ടിക്കിളിലാണ്. 29ഉം 30ഉം ആർട്ടിക്കിൾസിലാണ്, വകുപ്പുകളിലാണ് ഈ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെ കുറിച്ച് പറയുന്നത്. 29ഉം 30ഉം, 29 ആൻഡ് 30. ഇനി ഇതിൽ ഓരോന്നും 29 ആർട്ടിക്കിൾ, അതിൽ പറയുന്നത് ആർട്ടിക്കിൾ 29 says any section of citizens residing in any territory of India or any part of thereof and having a distinct language, script or culture of its own shall have the right to conserve the same. അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗത്ത് വസിക്കുന്നവരും വിഭിന്ന ഭാഷയും ലിപിയും അല്ലെങ്കിൽ തനതായ സംസ്കാരമുള്ളവരുമായ പൗരവിഭാഗങ്ങൾക്ക് അവരുടെ തനിമ നിലനിർത്താനുള്ള അവകാശം ഉണ്ടായിരിക്കും. Any section of citizens residing in territory of India having a distinct language, വ്യത്യസ്തമായ ഒരു ഭാഷയോ സ്ക്രിപ്റ്റോ സംസ്കാരമോ ഉള്ള ആളുകൾ, കൾച്ചർ ഓഫ് ഇറ്റ്സ് ഓൺ ഷാൾ ഹാവ് ദ റൈറ്റ് ടു കൺസേർവ് ദ സെയിം. അവർക്ക് അവരുടെ തനിമ നിലനിർത്താനുള്ള അവകാശം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ആർട്ടിക്കിൾ 29 പറയുന്നത്. ആർട്ടിക്കിൾ 29 ഓൾസോ ഗ്യാരണ്ടീസ് ഈക്വാലിറ്റി ഇൻ ദ മാറ്റേഴ്സ് ഓഫ് അഡ്മിഷൻ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന കാര്യങ്ങളിലും സമത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ 29 29ാം വകുപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന കാര്യങ്ങളിൽ ഉറപ്പ് നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റിന്, ഷെഡ്യൂൾഡ് ട്രൈബ്സിനൊക്കെ ചില റിസർവേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതൊരിക്കലും ഇനീക്വാലിറ്റി അല്ല, ദാറ്റ് ഇസ് ഓൺലി എ പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ. അത് അവരുടെ സംരക്ഷണാത്മക വിവേചനമായി മാത്രമേ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. അതൊരിക്കലും ഒരു വിവേചനമല്ല, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റിസർവേഷൻസ്, സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ആർട്ടിക്കിൾ 30. അപ്പൊ 29ഉം 30ആണ് ഈ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ 29 നമ്മൾ പറഞ്ഞു. ഇനി ആർട്ടിക്കിൾ 30. Article 30 guarantees to all minorities, whether based on religion or language, the right to establish and administer educational institutions of their choice. മതമോ ഭാഷയോ പരിഗണിക്കാതെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നടത്തുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 30, ആർട്ടിക്കിൾ 30ാം വകുപ്പ് ഉറപ്പ് നൽകുന്നത്. ഏത് മതപരമായോ ഭാഷാപരമായോ ഉള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും അത് നടത്തിക്കൊണ്ടുപോകുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നതാണ് ആർട്ടിക്കിൾ 30. Article 30 guarantees to all minorities, whether based on religion or language, the right to establish and administer educational institutions of their choice. അതാണ് ഫിഫ്ത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ദാറ്റ് ഈസ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാമ്പത്തികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. ഇനി ആറാമത്തെ മൗലിക അവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. നമ്മൾ ഭരണഘടനയിൽ ഒരുപാട് അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചതായി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ 5 പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ മൗലിക അവകാശങ്ങൾ പട്ടികപ്പെടുത്തിയതുകൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് നോട്ട് ഓൺലി ഫണ്ടമെന്റൽ റൈറ്റ്സ് ബട്ട് ഓൾസോ റെമഡി ഫോർ ദെയർ എൻഫോഴ്സ്മെന്റ്. ഈ അവകാശങ്ങൾ പട്ടികപ്പെടുത്തിയാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കുന്നതിനുള്ള മാർഗങ്ങളുകൂടി ഭരണഘടന നിർദ്ദേശിക്കേണ്ടതായി ഉണ്ട്.
അപ്പോൾ ഈ അവകാശങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ അത് പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഭരണഘടന നൽകേണ്ടതുണ്ട്. അതാണ് ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിൽ വരുന്നത്. അതായത് ഇത് ആർട്ടിക്കിൾ 32 പറയുന്നത്. ആർട്ടിക്കിൾ 32 പ്രൊവൈഡ്സ് റെമഡീസ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഇറ്റ് എൻടൈറ്റിൽസ് ദ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ടു മൂവ് the Supreme Court or High Court by appropriate proceedings for the enforcement of their fundamental rights. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാൻ ഇന്ത്യൻ പൗരന് അവകാശം നൽകുന്നതാണ് ഈ 6ാമത്തെ മൗലികാവകാശം, 6th ഫണ്ടമെന്റൽ റൈറ്റ്സ്. ദാറ്റ് ഈസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഈ അവകാശം, ഈ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അതിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. ആ റിട്ടുകൾ പുറപ്പെടുവിച്ചിട്ടാണ് മൗലികാവകാശങ്ങൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും സംരക്ഷിക്കുന്നത്, അത് പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നത്. അപ്പൊ ആ റിട്ടുകളെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഇനി നമ്മൾ അടുത്തത് പറയുന്നത്. അപ്പൊ ഇത്രയാണ് മൗലികാവകാശം. ഇതിലെ ഈ 6ാമത്തെ മൗലികാവകാശത്തെ, അതായത് ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം എന്നതിനെ BR അംബേദ്കർ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നൊക്കെ അറിയപ്പെടുന്ന BR അംബേദ്കർ ഈ ഒരു അവകാശത്തെ പറഞ്ഞത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നായിരുന്നു. എന്താണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് ഈ ഒരു മൗലികാവകാശത്തെ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, വിവേചനത്തിൽ നിന്ന് ചൂഷണത്തിനെതിരെ ഉള്ള അവകാശം. ദെൻ 4th റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതപരമായ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5ാമത്തെ അവകാശം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. ദെൻ 6th റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഇത്രയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. ഓരോ ആർട്ടിക്കിൾസും നോക്കി വെക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോന്നിനും പറയുന്നത് എന്നുള്ളതും നോക്കി വെക്കുക. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. നാളെ നമ്മൾ എന്താണ് റിട്ട്, ഏതൊക്കെയാണ് റിട്ട് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. താങ്ക് യു.